ഹലോ. അപ്പോൾ രാവിലെ തന്നെ ഇയാളെ കണ്ടിട്ടാണ് ഞങ്ങൾ മുറ്റത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇത് ആരാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കുളക്കോഴിയാണെന്നാണ് വിചാരിച്ചത്. അമ്മ പറഞ്ഞ കാട്ടുകോഴിയാണെന്നാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ കുറേ കാട്ടുകോഴിയോ കുളക്കോഴിയോ എന്തോ ഒന്നിങ്ങനെ കുറേ വരാറുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലോ അതിനെ കാണാൻ. എൻ്റെ ത്രിജു ആണെങ്കിലുണ്ടല്ലോ അതിനെ ഒച്ചപ്പാടുണ്ടാക്കി ഓടിച്ചേ. എത്ര പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. അതിന് ഒച്ചപ്പാടുണ്ടാക്കി ഓടിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കാരണം ഇന്ന് അതായത് ഇവിടുത്തെ അമ്മേൻ്റെ ചേച്ചിയും പിന്നെ മക്കളും എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് താഴെ കൊണ്ട് തന്നായിരുന്നു. അത് വാങ്ങാൻ ഞാൻ പോയി കേട്ടോ. അപ്പോൾ നമുക്ക് ഇറച്ചിപ്പുഴുക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബീഫല്ല കേട്ടോ. ബീഫാണ് നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ബീഫ് കഴിക്കില്ല. ഇവിടെ എല്ലാവരും കഴിക്കും. പക്ഷെ ഞാൻ കഴിക്കാത്തതുകൊണ്ട് മെയിനായിട്ട് പിന്നെ അധികവും ബീഫ് അങ്ങനെ എപ്പോഴൊന്നും വാങ്ങലില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചിക്കൻ്റെ ഇറച്ചിപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന്. പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ബീഫ് കഴിക്കാത്തവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ എന്നും യൂട്യൂബിൽ മര്യാദയ്ക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ചില കാര്യങ്ങളും കൊണ്ട് അത് നടക്കുന്നില്ല കേട്ടോ, വീഡിയോ ഇടുന്നതൊന്നും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പം എനിക്ക് എന്നെ തന്നെ തിരിച്ച് കിട്ടുന്നൊരു ഫീലിംഗാണ്. അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ചെയ്യുക, ഒരു റുട്ടീൻ കീപ്പ് ചെയ്ത് ചെയ്യുക. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യും, എന്നിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ നോക്കി അങ്ങ് ഇരിക്കും, അങ്ങനെ കേട്ടോ. പക്ഷേ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടുമ്പം കറക്റ്റ് ചിട്ടയോടെ ഓരോ കാര്യങ്ങൾ ഞാനല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ വീഡിയോ ഇടുമ്പം നമ്മൾ എന്താ പറയുക, വേഗം വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രീ ആയിട്ടിരിക്കുന്നു, പിന്നെ ഇതിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, അങ്ങനെ കേട്ടോ. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുക എന്ന് പറയുമ്പം അതെൻ്റെ മൊത്തത്തിലുള്ളൊരു ചേഞ്ചാണ്. ഇതുപോലെ ഉണ്ടല്ലോ, ഫോണിൽ ക്ലിയർ ഇല്ല, വീഡിയോ ഇടണം, ആളുകൾ എന്ത് പറയുന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവുമേ. പക്ഷെ അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കാണ്ടേ നിങ്ങളും യൂട്യൂബിൽ വീഡിയോ ഇടണമെങ്കിൽ ഇട്ട് തുടങ്ങുക. അതിലെനിക്ക് പറയാനുള്ളത്, ഷോർട്സിനേക്കാൾ കൂടുതൽ നമ്മൾ ലോങ് വീഡിയോയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. നമുക്കിപ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അതിങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. എടുത്തെടുത്താണ് നമ്മളതിൽ പഠിക്കുക. ഞാനെപ്പോഴും എവിടെ എത്തിയിട്ടില്ല, എന്നാലും ഞാൻ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് വീഡിയോ ഇടാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ തോന്നും. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറെ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ കപ്പയൊക്കെ നന്നായിട്ട് ഇതാക്കിയിട്ട് പിന്നെ ചിക്കൻ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ചിക്കൻ ആണെങ്കിലുണ്ടല്ലോ അമ്മ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉള്ളിയും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി വെക്കുമ്പോൾ തന്നെ നല്ലോണം വാട്ടിയിട്ട് അതിലേക്ക് എല്ലാ മസാലകളും ഇടുക. കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല, പിന്നെ നല്ലോണം വെള്ളം ഒഴിക്കുക. ചിക്കൻ നല്ല വെള്ളത്തിൽ തന്നെ വേവിക്കുക. എന്നിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറക്കല്ലേ. കറിവേപ്പില, മല്ലിച്ചപ്പ് അതൊക്കെ ഇടണം കേട്ടോ. എന്നിട്ട് ആ ഒരു വെന്ത ചിക്കൻ നന്നായിട്ട് ഈ ഒരു കപ്പയിലിട്ടിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഉടച്ചെടുക്കണേ. കപ്പയാണ് ഉടച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പുഴുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. പിന്നെ അപ്പോഴത്തേക്കും ഉണ്ടല്ലോ അവരെല്ലാവരും വന്നു കേട്ടോ. പിന്നെ അതിന് മുന്നേ ആയിട്ട് ഇവിടെ അമ്മ മീൻ പൊരിക്കാനുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മീൻ തന്നെയാണ് കറി വെക്കുന്നത്. ഉപ്പേരിക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേമ്പ് കറിയും അതുപോലെ തന്നെ വേറൊരു മീൻ കറി, ഉപ്പേരി, ചിക്കൻ വരട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ വരട്ടുന്നതാണെങ്കിലേ നല്ലപോലെ മസാലയൊക്കെ വറുത്തിട്ട് ആണ് ഞാൻ വരട്ടുന്നത് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറേ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടാത്തത് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ അവർ വന്ന് പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചേ. പിന്നെ അമ്മേൻ്റെ ഏച്ചീൻ്റെ പിന്നെ അവരെ മോൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. റംബൂട്ടാൻ, സീതപ്പഴം അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് അങ്ങനെ റംബൂട്ടാൻ ഇത്തവണ ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല, കടയിൽ നിന്ന് വാങ്ങാമെന്നല്ലാണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ച് കഴിഞ്ഞോടെ പിന്നെ ബാക്കി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞിരുന്നു, എല്ലാം സെറ്റായി. മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആസ്വദിച്ചിരുന്ന് ഇറച്ചിപ്പുഴുക്കൊക്കെ കഴിച്ചു. നല്ല ഒരു എരിവായിരുന്നു കേട്ടോ. അതുകൊണ്ട് ത്രിജുവും മക്കളൊക്കെ എരിഞ്ഞ് പൊരിഞ്ഞ് പോയേ. ഞാൻ എന്തിട്ടാലും അങ്ങനെയാണ്, എത്ര വിചാരിച്ചാലും എരിവങ്ങ് കൂടിപ്പോവും കേട്ടോ. അമ്മ പണ്ടേ എൻ്റെ അമ്മ മുളക് പൊടിയൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുമായിരുന്നു. എൻ്റെ അച്ഛനും അങ്ങനെ തന്നെയാണ്, എന്തും എരിവിലാണ് ഉണ്ടാക്കുക. അപ്പോൾ അതൊരു ശീലം. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഹസ്ബൻഡും നല്ല എരിവിട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുക. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാനൊരു എരിവ് കുറച്ചത്. ഇവിടെ എല്ലാവരും എരിവൊക്കെ കഴിക്കും, പക്ഷേ എൻ്റെ എരിവൊരു വല്ലാത്ത എരിവാണ് കേട്ടോ. എനിക്ക് തന്നെ ചില സമയം തല കറങ്ങിപ്പോയി. കുരുമുളക് പൊടിയാണ് ഞാൻ കൂടുതലായിട്ട് ഇടുക.
മുളക് പൊടി അങ്ങനെ ഇടലില്ല. അപ്പോഴത്തേക്ക് പിന്നെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കൈയോടെല്ലാം കഴുകി വെക്കാൻ വിചാരിച്ചു. ഇപ്പം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, എടുക്കുന്ന പാത്രം ആ സ്പോട്ട് കഴുകുന്നതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പാത്രം നിരത്തിയിരുന്നൊരു പരിപാടിയേ ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരു ഇതിലും ചെയ്യാറില്ല. എല്ലാ പാത്രം അന്നേരം തന്നെ ഞാനങ്ങ് കഴുകും. എനിക്ക് ആദ്യമൊക്കെ ഉണ്ടല്ലോ ഈ ഒരു പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കായിരുന്നു. പക്ഷേ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ എടുക്കുന്ന പാത്രം ആ ഒരു എടുത്ത് എന്ന് മുതൽ അങ്ങനെ ശീലിച്ചോ അപ്പോൾ തൊട്ട് എനിക്കതൊരു പണിയേ അല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി പിന്നെ അപ്പോഴത്തേക്ക് ചോറായിട്ടുണ്ടായിരുന്നു. മീൻ പൊരിച്ചത്, ചേമ്പ് കറി, പിന്നെ നമ്മുടെ മീൻ കറി, പിന്നെ ചിക്കൻ വരട്ടിയത്, അങ്ങനെ പപ്പടം, ഉപ്പേരി, അച്ചാർ എല്ലാം കൂടി ചോറും കഴിച്ചു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ അവർ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.